ഓക്കെ സോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഫുഡ് പ്രിസർവേറ്ററി ഫുഡ് അഡിറ്റീവ്സിൻ്റെത് ഏതൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സിന്റെ കേസ് പറഞ്ഞു, പിന്നെ എന്താണ് കളേഴ്സിന്റെ കേസ് പറഞ്ഞു, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫ്ലേവറിംഗ് ഏജൻസിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഫ്ലേവറിംഗ് ഏജൻസ് എന്താണ്? ഫ്ലേവറിംഗ് ഏജൻസ് ഇൻക്ലൂഡ് flavor substances, flavor extracts, or flavor preparations which are capable of imparting flavoring properties, namely taste and odor to food. ഓക്കെ, സോ ഫ്ലേവറിംഗ് ഏജൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫുഡ് സബ്സ്റ്റൻസിനകത്തേക്ക് ഫ്ലേവറിനെ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലേവറിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ഫ്ലേവർ സബ്സ്റ്റൻസ് ആവാം, ഫ്ലേവർ എക്സ്ട്രാക്ട്സ് ആവാം, ഫ്ലേവർ പ്രിപ്പറേഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തൊരു കമ്പോണന്റും ആവാം വിച്ച് അത് കപ്പാസിറ്റി ടു ഇമ്പാർട്ട് ഫ്ലേവറിംഗ് പ്രോപ്പർട്ടീസ്, അതായത് കളറും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒരു ഫുഡിനകത്തേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എന്തൊരു കമ്പോണന്റ് നമ്മൾ എന്ത് പറയും? ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറയും. ഓക്കെ, ഫ്ലേവറിംഗ് ഏജൻസ് മേ ബി ഓഫ് ത്രീ ടൈപ്സ്. ഏതൊക്കെയുണ്ട് നമ്മുടെ ഫ്ലേവറിംഗ് ഏജൻസ്? നാച്ചുറൽ ഉണ്ട്, നാച്ചുറൽ ഐഡന്റിക്കൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ്. ഓക്കെ, നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, നാച്ചുറൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസും ഉണ്ട്. ഇനി ഇവർ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നാച്ചുറൽ ഫ്ലേവേഴ്സ് എന്താന്ന് വെച്ചാൽ ആർ ദോസ് എക്സ്ക്ലൂസീവ്ലി ഒബ്റ്റൈൻഡ് ബൈ ഫിസിക്കൽ പ്രോസസ്സസ് ഫ്രം വെജിറ്റബിൾസ്, സംടൈംസ് ആനിമൽ റോ മെറ്റീരിയൽസ്. സോ നാച്ചുറൽ ഫ്ലേവേഴ്സ് എന്താന്ന് വെച്ചാൽ നാച്ചുറലി ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ് വഴി വെജിറ്റബിൾസിൽ നിന്നോ ആനിമൽ റോ മെറ്റീരിയൽസിൽ നിന്നോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് നാച്ചുറൽ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് നേച്ചർ ഐഡന്റിക്കൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ്. നേച്ചർ ഐഡന്റിക്കൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ് എന്താന്ന് വെച്ചാൽ ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ കെമിക്കലി ഐസൊലേറ്റഡ് ഫ്രം ആരോമാറ്റിക് റോ മെറ്റീരിയൽസ് ഓർ ഒബ്റ്റെയിൻഡ് സിന്തറ്റിക്കലി. അതായത് ആരോമാറ്റിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾ കെമിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതോ അല്ലെങ്കിൽ സിന്തറ്റിക്കലി ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നതോ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് നേച്ചർ ഐഡന്റിക്കൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കെമിക്കൽ മെത്തേഡ്സ് വഴി നമ്മൾ എടുക്കുന്നത്, മറ്റേത് ഫിസിക്കൽ മെത്തേഡ്സ് വഴി, ഇത് കെമിക്കൽ മെത്തേഡ്സ് വഴി. ആൻഡ് ദേ ആർ കെമിക്കലി ഐഡന്റിക്കൽ ടു ദ സബ്സ്റ്റൻസസ് പ്രസന്റ് ഇൻ നാച്ചുറൽ പ്രോഡക്ട്സ്. നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഫ്ലേവർ സബ്സ്റ്റൻസിനോട് കെമിക്കൽ ഐഡന്റിറ്റി, അതായത് സംഭവം ഇതായിരിക്കും, നോർമൽ ആയിരിക്കും, പക്ഷെ കെമിക്കൽ വഴി നമ്മൾ എടുക്കുന്നതാണ്. കെമിക്കൽസിന്റെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്തതാണ് ഓൺ ദ അതർ ഹാൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ്? ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ് ആർ ദോസ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഐഡന്റിഫൈഡ് ഇൻ നാച്ചുറൽ പ്രൊഡക്ട്സ് ആൻഡ് ആർ ഹെൻസ് കെമിക്കലി സിന്തസൈസ്ഡ്. സോ പക്ക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവം, അത് നാച്ചുറലി നമുക്ക് അവൈലബിളേ അല്ല, നമ്മൾ കെമിക്കൽ മെത്തേഡ്സ് വഴി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 3 രീതിയിലുള്ള ഫ്ലേവറിംഗ് ഏജൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ ഉണ്ട്, നേച്ചർ ഐഡന്റിക്കൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ എന്ന് വെച്ചാൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളത്, ഫിസിക്കൽ മെത്തേഡ് വഴി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നേച്ചർ ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ നാച്ചുറലി ആണ്, പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? കെമിക്കൽ മെത്തേഡ്സ് വഴിയാണ്. ഓക്കെ, ആൻഡ് ആർട്ടിഫിഷ്യൽ വൺ അത് ആർട്ടിഫിഷ്യൽ ആണ്, പക്ക കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ആണ്. അതൊരിക്കലും നാച്ചുറലി നമുക്ക് അവൈലബിൾ അല്ല. അത് സിന്തറ്റിക്കൽ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫ്ലേവർ ആണ്. The use of the following flavoring agents are prohibited in any article of food in India. So നമ്മുടെ ഇന്ത്യയിൽ ഈ പറയപ്പെടുന്ന ഫ്ലേവറിംഗ് ഏജൻസിനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം ഇതിനൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതായത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാ? കൗമാറിൻ അല്ലെങ്കിൽ ഡൈഹൈഡ്രോ കൗമാറിൻ, ടോങ്ക ബീൻ, ബി അസാറോൺ ആൻഡ് സിനമൈൽ ആന്ത്രിസിലേറ്റ്, ഈസ്ട്രഗോൾ, ഈഥൈൽ മീഥൈൽ കീറ്റോൺ, ഈഥൈൽ ട്രിഫീനൈൽ ഗ്ലൈസിഡേറ്റ്, യുജീനൈൽ മീഥൈൽ ഈതർ, മീഥൈൽ ആൽഫ നാഫ്തൈൽ കീറ്റോൺ, പാരാ പ്രൊപ്പൈൽ അനിസോൾ, സാഫ്രോൾ ആൻഡ് ഐസോസാഫ്രോൾ, തുജോൺ ആൻഡ് ഐസോതുജോൺ ആൽഫ ആൻഡ് ബീറ്റ തുജോൺ. സോ ഇത്രയും കമ്പോണൻസ് അല്ലെങ്കിൽ ഇത്രയും കൈൻഡ് ഓഫ് ഫ്ലേവറിംഗ് ഏജൻസ് ഉണ്ട്, ഇതിൽ കൂടുതലുണ്ട്. പക്ഷെ ഇത്രയും എണ്ണം നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഡൈഇഥൈൽ ഗ്ലൈക്കോൾ ആൻഡ് മോണോ ഈഥൈൽ ഈതർ മേ നോട്ട് ബി യൂസ്ഡ് ആസ് സോൾവെന്റ് അഡീവ് ഫ്ലേവേഴ്സ്. സോ അതുപോലെ തന്നെ ആ രണ്ടുപേരും കൂടെ ഉണ്ടായിരിക്കുകയാണ്, ഡൈഇഥൈൽ ഗ്ലൈക്കോളും മോണോ ഈഥൈൽ ഈതറും. ഓക്കെ,
പിന്നെ പറയുന്ന ഒരാളാണ് എന്ത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നോൺ as എന്താണ് അജിനോമോട്ടോ. ഓക്കെ, വിച്ച് ഈസ് പോപ്പുലർലി നോൺ as അജിനോമോട്ടോ ഈസ് യൂസ്ഡ് chiefly ഇൻ ചൈനീസ് കുക്കിംഗ് ടു എൻഹാൻസ് ഫ്ലേവർ. സോ ചൈനീസ് ഫുഡ് പ്രൊഡക്ട്സിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് എന്ത് നമ്മുടെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ അജിനോമോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പെർമിറ്റഡ് ടു ബി ആഡഡ് ടു ഫുഡ്സ് ഇൻ റെസ്ട്രിക്റ്റഡ് എമൗണ്ട്സ്. സോ ഇതെന്താണ് ഫുഡിനകത്തേക്ക് ആഡ് ചെയ്യാൻ പെർമിറ്റഡ് ആണ്, പക്ഷെ എന്താണ് റെസ്ട്രിക്റ്റഡ് എമൗണ്ട്, അതായത് വളരെ കുറച്ച് എമൗണ്ടിൽ, അതും ചില ഫുഡ് പ്രോഡക്ട്സിനകത്ത് എന്താണ് ഇത് ആഡ് ചെയ്യാനും പാടില്ല. ഓക്കെ, സോ ദാറ്റ് ദ ടോട്ടൽ ഗ്ലൂട്ടമേറ്റ് കണ്ടന്റ് ഓഫ് ദ ഫുഡ് ഈസ് നോട്ട് മോർ ദാൻ ഓഫ് 1%. അതായത് നമ്മൾ ഒരു ഫുഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ടോട്ടൽ ഗ്ലൂട്ടമേറ്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് 1%ൽ കൂടാൻ പാടില്ല. അപ്പൊ അതിനെ നോക്കിയിട്ടാണ് എന്ത് നമ്മൾ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആ പ്രോഡക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് നോക്കുന്നത്. ഓക്കെ, its addition needs to be declared on the label of the food product along with a warning that the food is unsuitable for children below 12 months of age. So ഇതെന്താണ് നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് ഫുഡിനകത്ത് അല്ലെങ്കിൽ അതിന്റെ ലേബലിങ്ങിനകത്ത് കാണിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് നമ്മൾ ഫുഡിനകത്ത് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ വെളിയിൽ എന്താണ് അത് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കണം. ആൻഡ് അതുപോലെ തന്നെ 12 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താ ഇത് കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല, അതുകൊണ്ട് അവർ കൺസ്യൂം ചെയ്യുന്നത് അൺസ്യൂട്ടബിൾ ആണ് എന്നും എന്താണ് അതിന്റെ മുകളിൽ ആ പാക്കറ്റിന്റെ പുറത്ത് നമ്മൾ ലേബൽ ചെയ്തിരിക്കണം. ഓക്കെ, this is because the safety of this flavor has not been conclusively shown in infants, and in fact addition of any extraneous flavor to a food has to be declared on the label attached to any package of food is capital letters contains added flavor. So ഇത് നമ്മൾക്ക് അങ്ങനെ ഹാം എഫക്ട്സ് നമുക്ക് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല, എന്നാലും കുട്ടികൾക്ക് എന്താണ് സെൻസിറ്റീവ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ കേസ് നമ്മൾ ഇത് ഉപയോഗിക്കില്ല. ഇനി ഇത് കൂടാതെ മറ്റേതെങ്കിലും കൈൻഡ് ഓഫ് എക്സ്ട്രേനിയസ് ഫ്ലേവേഴ്സ് നമ്മൾ ഫുഡിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പാക്കറ്റ്സിൽ കാണിക്കണം. ഓക്കെ, പിന്നെ പറയുന്നതാണ് എന്ത് ഇമൾസിഫൈങ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻസ്. ഓക്കെ, ഇമൾസിഫൈങ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻസ് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ capable of facilitating a uniform dispersion of oils and fats in adequate aqueous media or vice versa, and or stabilizing such emulsions are known as emulsifying and stabilizing agents. ഓക്കെ, അതായത് രണ്ട് ഇമ്മസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ ഒരുമിച്ചാക്കാനും ആ ഒരുമിച്ചാക്കുന്നത് വീണ്ടും സെപ്പറേറ്റ് ആയി പോകാതെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ഇമൾസിഫൈങ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഓയിലും വാട്ടറും രണ്ട് ഇമ്മസിബിൾ ലിക്വിഡ് ആണ്, അവരെ രണ്ടുപേരും ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് എന്താ രണ്ടുപേരും ഒരുമിച്ച് മിക്സ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇമൾസിഫൈങ് ഏജന്റ് ആഡ് ചെയ്യും. എന്നിട്ട് പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് ഒരു സ്റ്റെബിലൈസിങ് ഏജന്റ് ആഡ് ചെയ്യും. Okay, such substances are widely used in the commercial production of bread, confectionery, ice cream, chocolate, soft drinks. So ഈ പറയപ്പെട്ട എല്ലാത്തിനകത്തും എന്താണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. A long list of these substances is permitted to be added to food products in India. So ഇതിനെ എന്താണ് ഈ സബ്സ്റ്റൻസസിനെയൊക്കെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിൽ എന്താ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെർമിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് ലെസിത്തിൻ. ലെസിത്തിൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഇമൾസിഫയർ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഏജന്റ് ആണ്. അതിന്റെ INS നമ്പർ എത്രയാണ് 322. ഓക്കെ, അത് കോമൺ ആയിട്ട് ചോക്ലേറ്റ്സിനകത്ത്, മാർജറിനകത്ത്, ബേക്ക്ഡ് ഗുഡ്സിനകത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ആൻഡ് എന്താ അത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ പെർമിറ്റഡ് ലിമിറ്റ് എന്ന് പറയുന്നത് GMP ആണ്. അതായത് എന്താ നമ്മൾ ഒരു ഇത്ര എമൗണ്ട് ആഡ് ചെയ്യുക എന്നേ ഉള്ളൂ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് നമ്മൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലിമിറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നതാണ് മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. അവരുടെ INS നമ്പർ എത്രയാണ് 471. അവരെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇമൾസിഫയേഴ്സ് ആയിട്ട് നമ്മൾ ഫുഡിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഐസ്ക്രീം, ബ്രെഡ്, വിപ്ഡ് ടോപ്പിംഗ്സ് ഇതിനൊക്കെയാണ് എന്ത് നമ്മൾ മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവരുടെ പെർമിറ്റ് അളവിലും എത്രയാണ്, നമ്മൾ ഒരു റിക്വയർഡ് എമൗണ്ട് എന്നേ ഉള്ളൂ. അത് നമ്മൾ ഏത് ഫുഡ് പ്രൊഡക്റ്റിനകത്താണ് യൂസ് ചെയ്യുന്നത് അതിന്റെ വോളിയമും ടെക്സ്ചറും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഹെൽപ്പ് ചെയ്യും. Then polysorbates. Polysorbatesന്റെ INS നമ്പർ എത്രയാണ് 433 ആൻഡ് 436 ആണ് എന്ത് polysorbatesന്റെ INS നമ്പർ എന്ന് പറയുന്നത്. വിച്ച് ഇസ് യൂസ്ഡ് ആസ് എന്താണ് ഇമൾസിഫൈങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഏജൻസ് ആയിട്ടാണ് എന്ത് നമ്മളെ ഫുഡ് ഇൻഡസ്ട്രിയിൽ പോളിസോർബേറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐസ്ക്രീംസില്, സലാഡ് ഡ്രസ്സിംഗ്സില്, ബിവറേജസിലൊക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെ പെർമിറ്റഡ് ലെവൽ എത്രയാണ് അപ് ടു 1000 mg/kg ആണ് എന്ത് നമ്മൾ ഇതിന്റെ ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് സിന്തറ്റിക് ഇമൾസിഫയർ ആണ്, നാച്ചുറൽ ഇമൾസിഫയർ അല്ല. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു നാച്ചുറൽ ഇമൾസിഫയർ ആണ്. ഇതെന്താണ് ഒരു നാച്ചുറൽ ഇമൾസിഫയർ അല്ല, സിന്തറ്റിക് ഇമൾസിഫയർ ആണ്. ഓക്കെ,
പിന്നെ പറയുന്നതാണ് എന്ത്, സോബിറ്റൺ ഈസ്റ്റർ. സോബിറ്റൺ ഈസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ INS നമ്പർ എത്രയാണ്, 491 to 495 ആണ്. ആൻഡ് അതെന്താ, ഒരു ഇമൾസിഫയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കേക്സിനകത്ത്, ക്രീമിനകത്ത്, മാർജറിനകത്തൊക്കെയാണ് എന്ത്, നമ്മൾ ഇതിന് ഈ സോർബിറ്റൻ എസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ, അതിനൊരു എക്സാമ്പിൾ ആണ് സോർബിറ്റൻ മോണോസ്റ്റെറേറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ പെർമിറ്റഡ് ലിമിറ്റ് എത്രയാണ്, ഒരു 1000 to 5000 പിന്നെ mg/kg ആണ് എന്ത്, അതിന്റെ പെർമിറ്റഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ, പോളിസോർബേറ്റ്സിനൊക്കെ വെച്ചിട്ടാണ് എന്ത്, നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇൻഡിവിജ്വലി അതിനെ യൂസ് ചെയ്യില്ല. പിന്നെ പറയുന്നതാണ് എന്ത്, സ്റ്റാർച്ച് മോഡിഫൈഡ് ആയിട്ടുള്ളത്. അതിന്റെ INS നമ്പർ എത്രയാണ്, 1400 to 1451 ആണ്. അത് സ്റ്റെബിലൈസർ ആയിട്ടും തിക്കനർ ആയിട്ടും ബൈൻഡർ ആയിട്ടും ഒക്കെ എന്താ, നമ്മുടെ സൂപ്പില്, സോസസില്, പിന്നെ ഡെസേർട്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത് GMP ആണ്. ആൻഡ് അത് കെമിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡിഫൈഡ് സ്റ്റാർച്ച് ആണ് എന്ത്, ഈ സംഭവം. ദെൻ സാന്തൻ ഗം. സാന്തൻ ഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ തിക്നർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അതിന്റെ INS നമ്പർ എത്രയാണ്, 415. അത് തിക്നർ ആയിട്ടും സ്റ്റെബിലൈസർ ആയിട്ടും ഇമൾസിഫയർ ആയിട്ടും എന്താണ്, നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്, സോസസില്, സലാഡ് ഡ്രസ്സിങ്സില്, ബേക്കറി ഐറ്റംസില്, ബിവറേജസിലൊക്കെയാണ് എന്ത്, നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു എന്താ ലിമിറ്റ് എത്രയാണ്, ഒരു 1000 mg/kg ആണ് എന്ത്, നമ്മൾ ഇതിന്റെ ലിമിറ്റ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലെങ്കിലും മോസ്റ്റ് കോമൺലി ഇതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിനെ GMP എന്നുള്ള ലെവലിലാണ് എന്ത്, നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു മൈക്രോബിയൽ ആയിട്ടുള്ള പോളിസാക്രൈഡ് ആണ്. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത്, ഗ്വാർഗം. ഗ്വാർഗം എന്താണ്, ഗ്വാർഗം എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലൈസർ അല്ലെങ്കിൽ തിക്കനിങ് ഏജന്റ് ആണ്. അതിന്റെ INS നമ്പർ എത്രയാണ്, 412 ആണ് എന്ത്, അതിന്റെ INS നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1000 to 3000 mg/kg ആണ്. അതൊരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്ത്, ഈ ഗ്വാർഗം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. ദെൻ അടുത്തതാണ് എന്ത്, കാരജീനൻ. കാരജീനന്റെ INS നമ്പർ എത്രയാണ്, 407 ആണ്. അതൊരു സ്റ്റെബിലൈസർ ആണ്. അതിന്റെ കൂടെ തന്നെ അത് എന്താണ്, അതൊരു ജെല്ലിംഗ് ഏജന്റും കൂടെയാണ്. ഓക്കെ, ഡയറിയില്, മീറ്റ് പ്രൊഡക്ട്സില്, ഡെസേർട്സിലൊക്കെയാണ് നമ്മൾ കാരജീനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് 300 to 1000 mg/kg ആണ് എന്ത്, കെരാജീനന്റെ ഒക്കെ ഒരു പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത്. അത് റെഡ് സീവീഡിൽ നിന്ന് അല്ലെങ്കിൽ റെഡ് സീവീഡിൽ നിന്നാണ് എന്ത്, നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്, കാരജീനൻ. ഓക്കെ, ദെൻ പറയുന്നതാണ് കാർബോക്സി മീഥൈൽ സെല്ലോസ് അല്ലെങ്കിൽ CMC എന്ന് പറയും. ഷോർട്ട് ഫോംസും പഠിച്ചിരിക്കുക. ഓക്കെ, CMC അല്ലെങ്കിൽ കാർബോക്സി മീഥൈൽ സെല്ലോസ് എന്ന് പറയുന്ന അതിന്റെ INS നമ്പർ 466 ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റെബിലൈസർ ആൻഡ് തിക്നർ. കോമൺലി യൂസ് ചെയ്യുന്ന എവിടേക്കാണ്, ബേക്ക്ഡ് ഗുഡ്സില്, ഡ്രസ്സിങ്സിലും ബിവറേജസിലും ഒക്കെയാണ് എന്ത്, നമ്മൾ ഇവരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അപ് ടു 2000 mg/kg ആണ് എന്ത്, ഇതിന്റെ ഒരു എന്താ പെർമിറ്റഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കെമിക്കലി അല്ലെങ്കിൽ എന്താ ഇതിന്റെ മറ്റ് യൂസ് പറയുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള സെല്ലോസ് ഡെറിവേറ്റീവ് ആണ് എന്ത്, CMC അല്ലെങ്കിൽ കാർബോക്സി മീഥൈൽ സെല്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പറയുന്നതാണ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഇതും എന്താണ്, ഇമൾസിഫയർ ആണ്. അതിന്റെ INS നമ്പർ 477. ആൻഡ് കേക്ക് മിക്സസില്, വിബ്ഡ് ടോപ്പിംഗ്സില്, ഡയറീസിലൊക്കെയാണ് എന്ത്, നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ എന്താ പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത് 5000 mg/kg ആണ്. അത് എയറേഷൻ, ഫുഡിനകത്തൊക്കെ എന്ത്, എയറേഷൻ അല്ലെങ്കിൽ എയർ ഫ്ലോ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യും. ദെൻ സോഡിയം സ്റ്റെറോയിൽ ലാക്റ്റിലേറ്റ്. ഇതെന്താണ്, അതൊരു ഇമൾസിഫയർ ആണ്. അതുപോലെ തന്നെ ഡോഫ് കണ്ടീഷനിങ് ആയിട്ടുള്ള ഏജന്റും ആണ്. അതിന്റെ INS നമ്പർ എത്രയാണ്, 481. ഓക്കെ, ബ്രെഡില്, ബേക്കറിയില്, പാസ്തയിലൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ് ടു ഒരു 5000 mg/kg ആണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാം. ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ബേക്കിംഗ്സിലൊക്കെയാണ് എന്ത്, നമ്മൾ ഇതിനെ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ദെൻ എന്താ, ജലാൻഗം. ജലാൻഗമിന്റെ INS നമ്പർ എത്രയാണ്, 418. അതൊരു ജെല്ലിംഗ് ഏജന്റും അതുപോലെ തന്നെ സ്റ്റെബിലൈസറും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, ഡെസേർട്ട്, ജെല്ലീസിലൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുക. ദെൻ ഇതിന്റെ ഒരു പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്, 1000 mg/kg ആണ്. ആൻഡ് ഇതിന്റെ ഒരു ഫെർമെന്റേഷൻ പ്രോഡക്റ്റ് ആണ്. ദെൻ പറയുന്നത് പെക്ടിൻ. നമ്മൾ എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ളതാണ് എന്ത്, പെക്ടിൻ എന്ന് പറയുന്നത്. അതിന്റെ INS നമ്പർ എത്രയാണ്, 414. ആൻഡ് അതൊരു ജെല്ലിംഗ് ഏജന്റ് ആസ് വെൽ ആസ് എന്താണ്, ഒരു സ്റ്റെബിലൈസർ ആണ്. ജാംസ്, ജെല്ലീസ്, ഫ്രൂട്ട് പ്രിപ്പറേഷൻസിനകത്തൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് നമ്മൾ പെർമിറ്റഡ് ലെവൽ ഒന്നിൽ നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ ആഡ് ചെയ്യാണ്. നാച്ചുറലി ഡിറൈവ് ഫ്രൂട്ട്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് എന്ത്, പെക്ടിൻ എന്ന് പറയുന്നത്. പെക്ടിൻ കണ്ടന്റ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട് ആണ് എന്ത്, ഗ്വാവ അല്ലെങ്കിൽ പേരയ്ക്ക എന്ന് പറയാം. ഓക്കെ,
ദെൻ പറയുന്നതാണ് എന്ത് അഗാർ അഗാർ. അഗാർ അഗാറിന്റെ INS നമ്പർ എത്രയാണ്? 406. അതൊരു ജെല്ലിംഗ് ഏജന്റ് അതുപോലെ സ്റ്റെബിലൈസർ ആണ്. ആൻഡ് ജെല്ലീസിനകത്ത്, പുഡിങ്സിനകത്ത്, ഡെസേർട്സിനകത്തൊക്കെയാണ് എന്ത് കോമൺ ആയിട്ട് നമ്മൾ ഈ അഗാർ അഗാറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും എന്താണ്, നമുക്ക് പെർമിറ്റഡ് ലെവൽ ഒന്നുമില്ല. ആൻഡ് CV ഡിറൈവ്ഡ് ആണ് എന്ത് നമ്മുടെ അഗാർ അഗാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന്റെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലിംഗ് ഏജന്റ് ആണ് അഗാർ അഗാർ. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത് ആന്റി കേക്കിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചില ഫുഡ് മെറ്റീരിയൽസ് എന്താവും, ക്ലംസ് ഫോം ചെയ്യും. അങ്ങനെ ക്ലംസ് ഫോം ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ ആന്റി കേക്കിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റി കേക്കിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ആൻഹൈഡ്രോ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ പിക്ക് അപ്പ് മോയ്സ്ചർ വിത്തൗട്ട് ദംസെൽസ് ബിക്കമിംഗ് വെറ്റ് ആൻഡ് ദീസ് ആർ ആഡഡ് ടു പ്രോഡക്ട്സ് സച്ച് as ടേബിൾ സോൾട്ട് ആൻഡ് ഡ്രൈ മിക്സസ് ടു എ മാക്സിമം ലെവൽ ഓഫ് 2%. സോ ആന്റി കേക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? അവർ ആൻഹൈഡ്രോ സബ്സ്റ്റൻസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ സ്വന്തമായിട്ട് വെറ്റാവാതെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മോയ്സ്ചറിനെ ഇവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടേബിൾ സോൾട്ട്, ഡ്രൈ മിക്സസ് അല്ലെങ്കിൽ സൂപ്പ് പൗഡറിനകത്തൊക്കെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പൊക്കെ കുറച്ചു നേരം തുറന്നു വെച്ചാൽ മതി, അത് കട്ടിയാവും. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ നോർമലി ട്രീറ്റഡ് അല്ലാത്ത ഉപ്പാണെങ്കിൽ എന്താ, അത് കട്ടിയാവും. അപ്പൊ നമ്മൾ ഈ ഉപ്പിനകത്തൊക്കെ ആന്റി കേക്കിംഗ് ഏജന്റ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട പിടിക്കുന്നത് കുറയും. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ കട്ടകട്ടിയായിട്ടിരിക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കോമൺ ആയിട്ട് എത്ര ഒരു 2% വരെ നമ്മൾ ഈ ആന്റി കേക്കിംഗ് ഏജന്റ്സിനെ ഇതിനകത്ത് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സച്ച് സോൾട്സ് ഹാസ് ആന്റി കേക്കിംഗ് ഏജന്റ്സ് ആഡഡ് ടു ഇറ്റ് ഇൻ ഓർഡർ ടു ഹാവ് എ ഫ്രീ ഫ്ലോയിങ് പ്രോപ്പർട്ടി. അവർക്ക് അവർ ഈ നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള അതിന്റെ ആ ഒരു നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ ആന്റി കേക്കിംഗ് ഏജന്റ്സിനെയൊക്കെ ഫുഡിനകത്ത് ആഡ് ചെയ്യണത്. ഓക്കെ, ദ ആന്റി കേക്കിംഗ് ഏജന്റ്സ് പെർമിറ്റഡ് യൂസ് ഇൻ ഇന്ത്യ. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന എന്താ ആന്റി കേക്കിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, സിലിക്കേറ്റ്സ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സോഡിയം ഓർ സിലിക്കൺ ഡയോക്സൈഡ്, പിന്നെ മൈറിസ്റ്റേറ്റ്സ് ഓഫ് ആൻഡ് പാൽമിറ്റേറ്റ്സ് ഓഫ് സ്റ്റെറേറ്റ്സ് ഓഫ് അലുമിനിയം ആൻഡ് അമോണിയം, കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം. ഇതൊക്കെയാണ് എന്താ കോമൺ ആയിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രീസിലൊക്കെ ടേബിൾ സോൾട്ടിനകത്ത്, സൂപ്പ് പൗഡർ, ഗാർലിക്, ഓണിയൻ പൗഡറിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ആന്റി കേക്കിംഗ് ഏജന്റ്സ് ആണ് ഈ പറയുന്നതൊക്കെ. Okay, calcium and the carbonates of calcium and magnesium, phosphates of calcium and magnesium, silicates of calcium, magnesium, aluminum, sodium or silicon dioxide, myristates of palmitates and stearates of aluminum, ammonium, calcium, potassium or sodium. Okay. ഇനി ഇവരുടെ പെർമിറ്റഡ് ലെവൽസ്. സിലിക്കൺ ഡയോക്സൈഡ് എന്താണ്? അതിന്റെ INS അല്ലെങ്കിൽ സിലിക്ക, അതിന്റെ INS നമ്പർ എന്ന് പറയുന്നത് 551 ആണ്. ആൻഡ് വിച്ച് ഫങ്ഷൻസ് ഇസ് ആൻ ആന്റി കേക്കിംഗ് ഏജന്റ്. അത് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? സോൾട്ടില്, പൗഡേർഡ് മിൽക്കില്, സ്പൈസസില്, കോഫി വൈറ്റ്നേഴ്സിനകത്തൊക്കെയാണ് എന്ത് കോമൺ ആയിട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത് അപ് ടു 10,000 mg/kg ആണ്. ഓക്കെ, ഡ്രൈ പൗഡർ ഫോംസിൽ ഇത് വളരെയധികം എഫക്റ്റീവ് ആണ്. ദെൻ പറയുന്നതാണ് കാൽഷ്യം സിലിക്കേറ്റ്. കാൽഷ്യം സിലിക്കേറ്റിന്റെ INS നമ്പർ എത്രയാണ്? 552 ആണ്. അത് ആന്റി കേക്കിംഗ് ഏജന്റ് ആണ്. ടേബിൾ സോൾട്സില്, സ്പൈസസില്, പൗഡർഡ് ഫുഡ്സിനകത്തൊക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ കാണുന്നത്. അപ് ടു 12,500 mg/kg ആണ് എന്ത് അതിന്റെ പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത്. അത് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. ദെൻ പറയുന്നത് സോഡിയം അലൂമിനോ സിലിക്കേറ്റ്. സോഡിയം അലൂമിനോ സിലിക്കേറ്റിന്റെ INS നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ എന്ന് പറയുന്നത് 554 ആണ്. അതൊരു ആന്റി കേക്കിംഗ് ഏജന്റ് ആണ്. സോൾട്ടിനകത്ത്, ഡ്രൈഡ് മിൽക്കിനകത്ത്, ഇൻസ്റ്റന്റ് സൂപ്സിനകത്തൊക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത്. അപ് ടു ഒരു 10,000 mg/kg ആണ് എന്ത് ഇതിന്റെ പെർമിറ്റഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. കോമൺ സോൾട്ടിനകത്തൊക്കെയാണ് അല്ലെങ്കിൽ സീസണിങ് പൗഡേഴ്സിനകത്തൊക്കെയാണ് ഇതിനെ കോമൺ ആയിട്ട് കാണുന്നത്. ദെൻ പറയുന്നത് മഗ്നീഷ്യം കാർബണേറ്റ്. മഗ്നീഷ്യം കാർബണേറ്റ് എത്രയാണ്? അതിന്റെ INS നമ്പർ എന്ന് പറയുന്നത് 504. അതൊരു ആന്റി കേക്കിംഗ് അല്ലെങ്കിൽ അസിഡിറ്റി റെഗുലേറ്റർ ആണ്. ടേബിൾ സോൾട്ടിലും കൊക്കോ പൗഡറിനകത്തും ഒക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ കാണുന്നത്. ആൻഡ് ഇതിന്റെ പെർമിറ്റഡ് ലെവൽ എന്ന് പറയുന്നത് GMP ആണ്. അതായത് അപ്രോക്സിമേറ്റ് ഒരു വാല്യൂല് നമ്മൾ അങ്ങ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ ഫാർമസ്യൂട്ടിക്കൽസിനകത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്. ദെൻ പറയുന്നത് മഗ്നീഷ്യം സ്റ്റെറേറ്റ്. മഗ്നീഷ്യം സ്റ്റെറേറ്റിന്റെ INS നമ്പർ എത്രയാണ്? 470 ആണ്. ആൻഡ് അതെന്താ ആന്റി കേക്കിംഗ് ഏജന്റ് ആയിട്ടും അതുപോലെ തന്നെ ലൂബ്രിക്കന്റ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സിൽ, ഡ്രൈ സ്പൈസ് ബ്ലെൻഡ്സിനകത്തൊക്കെയാണ് എന്ത് കോമൺ ആയിട്ട് നമ്മൾ മഗ്നീഷ്യം സ്റ്റെറേറ്റിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ പെർമിറ്റഡ് ലിമിറ്റും എന്താണ്? ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ആണ്. അതെന്താ സപ്ലിമെന്റ്സിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് എന്താ
ടാൽക് അല്ലെങ്കിൽ എന്താ മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് എന്താ ടാൽക് എന്ന് പറയുന്നത്. അതിന്റെ ഐ എൻ എസ് നമ്പർ എത്രയാണ്? 553b ആണ് എന്താ മഗ്നീഷ്യം സിലിക്കേറ്റിന്റെ ഐ.എൻ.എസ് നമ്പർ. അതൊരു ആന്റി കേക്കിംഗ് അതുപോലെ തന്നെ പോളിഷിംഗ് ഏജന്റ് ആണ്. ച്യൂയിങ് ഗംസിനകത്ത്, റൈസ് പോളിഷിനകത്ത്, കൺഫെക്ഷണറിയിലൊക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അപ് ടു ഒരു 5000 mg/kg ആണ് എന്ത് നമ്മൾ ഈ ടാൽക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബാൻഡ് ഇൻ സം കൺട്രീസ് ഫോർ ഇന്റേണൽ യൂസ്. അതിനെ ചില കൺട്രീസിലൊക്കെ എന്താണ് ബാൻ ചെയ്തിരിക്കുകയാണ്. ദെൻ പറയുന്നതാണ് ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ TCP. അതിന്റെ ഐ.എൻ.എസ് നമ്പർ എത്രയാണ്? 341. ഓക്കെ, അതൊരു ആന്റി കേക്കിംഗ് അതുപോലെ ഒരു കാൽഷ്യം സോഴ്സ് ആണ്. സോൾട്ടിനകത്ത്, പൗഡേർഡ് സ്പൈസസിനകത്ത്, ഇൻഫന്റ് ഫോർമുലാസിനകത്തൊക്കെയാണ് എന്ത് നമ്മൾ ഈ ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നത്. ആൻഡ് അതെന്താണ് മിനറൽ ഫോർട്ടിഫിക്കന്റ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനെങ്ങനെ പെർമിറ്റഡ് ലെവലില്ല, നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാണ് ചെയ്യാറ്. ദെൻ അമോഫോ സിലിക്ക അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് സിലിക്ക. അതൊരു ആന്റി കേക്കിംഗ് ഏജന്റ് ആണ്. ഫ്ലേവറിങ്സ് അല്ലെങ്കിൽ സീസണിങ്സിനകത്ത്, പൗഡർ ഡ്രിങ്ക്സിനകത്തൊക്കെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ GMP ആൻഡ് ഇറ്റ്സ് ഹൈ മോയ്സ്ചർ അബ്സോർബിംഗ് കപ്പാസിറ്റി. അതിനെന്താണ് മോയ്സ്ചർ അബ്സോർബിംഗ് കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, ദെൻ പറയുന്നതാണ് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്. മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് എന്താന്ന് വെച്ചാൽ അതിന്റെ ഐ.എൻ.എസ് നമ്പർ എത്രയാണ്? 460. ആൻഡ് അതൊരു ആന്റി കേക്കിംഗ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഏജന്റ് ആണ്. ഫുഡ് പൗഡേഴ്സിനകത്ത്, ഗ്രേറ്റഡ് ചീസിനകത്തൊക്കെയാണ് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇതെന്താണ്? ഒരു GMP ആണ്. ആൻഡ് ഇൻഡൈജസ്റ്റബിൾ ഫൈബർ കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് പറയുന്നതാണ് എന്ത്? കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഐ.എൻ.എസ് നമ്പർ എത്രയാണ്? എന്താ 170. അതൊരു ആന്റി കേക്കിംഗ് അല്ലെങ്കിൽ എന്താണ് അതൊരു അസിഡിറ്റി റെഗുലേറ്റർ ആണ്. അതിനെ എവിടെ? ടേബിൾ സോൾട്ടില്, ബേക്കറി മിക്സേഴ്സിനകത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ കാൽഷ്യം സപ്ലിമെന്റ്സിനകത്ത് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത്? സ്വീറ്റനിങ് ഏജന്റ്സ്. സ്വീറ്റനിങ് ഏജന്റ്സ് എന്താന്ന് വെച്ചാൽ സ്വീറ്റ്നേഴ്സ് which are such as common ingredients of different dishes and food items that you may find it surprising to see them listed as a food additive. സോ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് ഈ സ്വീറ്റനിങ് ഏജന്റ്സ് അല്ലെങ്കിൽ സ്വീറ്റ്നേഴ്സ് പറയുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതൊരു ഫുഡ് അഡിക്റ്റീവ് ആണെന്ന്. നമ്മൾ ഇതിന് മധുരം വരാൻ വേണ്ടി ഇടുന്ന ഒരു സാധനം, പക്ഷെ അതും എന്താണ്? ഒരു ഫുഡ് അഡിക്റ്റീവ് ആണ്. There are 3 types of sweetness based on the calorific value. That is എത്രമാത്രം കലോറി കണ്ടന്റ് അതിനകത്തുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് എന്താ നമ്മൾ 3ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാലറി സ്വീറ്റ്നസ് ഉണ്ട്, ലോ കാലറി സ്വീറ്റ്നസ് ഉണ്ട്, നോൺ കാലറി സ്വീറ്റ്നസ് ഉണ്ട്. ഓക്കെ, അതായത് ഇതിനകത്ത് നിന്ന് എത്രമാത്രം എനർജി അല്ലെങ്കിൽ കാലറി ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാലറി സ്വീറ്റ്നസ് ഉണ്ട്, ലോ കാലറി സ്വീറ്റ്നസ് ഉണ്ട്, നോൺ കാലറി സ്വീറ്റ്നസ് ഉണ്ട്. ഓക്കെ, ആദ്യത്തേതാണ് എന്താ? കാലറി സ്വീറ്റ്നസ് പറയുന്നത്. ദീസ് സ്വീറ്റ്നസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് പ്രൊവൈഡ് നോട്ട് ഓൺലി സ്വീറ്റ് ടേസ്റ്റ് ബട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട് 4 calories per gram ഓഫ് സബ്സ്റ്റൻസ്. സോ ഈ സ്വീറ്റ്നസ് എന്താണ്? നമ്മുടെ ഫുഡിന് സ്വീറ്റ് ടേസ്റ്റ് തരുന്നതിന്റെ കൂടെ തന്നെ എന്തും തരും? 4 kcal ഓഫ് എനർജിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ കോമൺ നാച്ചുറൽ സ്വീറ്റ്നസ് പറയുന്ന ഏതാണ്? കെയിൻ ഷുഗർ, ഗ്ലൂക്കോസ് സിറപ്പ്, ജാഗറി, ഹണി. ഇതൊക്കെയാണ് എന്ത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാലറി സ്വീറ്റ്നസ് പറയുന്നത്. ആൻഡ് ഫ്രം ദ ന്യൂട്രീഷണൽ പോയിന്റ് ഓഫ് വ്യൂ, ദ ഇൻക്രീസിംഗ് ഇൻസിഡൻസ് ഓഫ് ഡയബറ്റീസ് ആൻഡ് ഒബിസിറ്റി എമംഗ് പോപ്പുലേഷൻ ഗ്രൂപ്പ് ഷുഡ് കോഷൻ us against excessive use of calorie sweetness. സോ ഈ നമ്മുടെ ഒബീസിറ്റി അല്ലെങ്കിൽ ഡയബറ്റിക് പോലുള്ള കണ്ടീഷനുള്ള ആൾക്കാർ എന്താണ് കാലറി സ്വീറ്റ്നസ് കൺസ്യൂം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനകത്ത് എന്താണ് അത് കഴിക്കുമ്പോൾ പെട്ടെന്ന് അത് എവിടേക്ക് അഫക്ട് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ഒക്കെ ലെവൽ കൂടും. Okay, these sweetness have also been associated with dental problems like gum disorders. സോ നമ്മുടെ എന്താ ഈ സ്വീറ്റ്നസ് ഒക്കെ കൺസ്യൂം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഗം ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, ഇതാണ് എന്ത്? കാലറി സ്വീറ്റ്നസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് എന്താ? ലോ കാലറി സ്വീറ്റ്നസ്. സോ ലോ കാലറി സ്വീറ്റ്നസ് എന്താന്ന് വെച്ചാൽ ദീസ് സബ്സ്റ്റൻസ് ആർ റിലേറ്റീവ്ലി ലെസ് സ്വീറ്റ് ദാൻ സുക്രോസ്. സോ സുക്രോസിനേക്കാളും മധുരം കുറഞ്ഞതാണ് എന്ത്? ലോ കാലറി സ്വീറ്റ്നസ് പറയുന്നത്. ആൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 3 calories per gram ആണ് അതിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് എന്താ? ഷുഗർ ആൽക്കഹോൾസ് ലൈക് പോളിയോൾസ്. അതിന് എക്സാമ്പിൾ അല്ല സൈലിറ്റോൾ, സോർബിറ്റോൾ, മാനിറ്റോൾ പോലുള്ള ആൾക്കാർ. ദേ ആർ നോൺ ടു occur naturally in a number of fruits and vegetables but are more often manufactured for use in a commercial scale. ഈ നമ്മുടെ എന്താ ഷുഗർ ആൽക്കഹോൾസ് അല്ലെങ്കിൽ പോളിയോൾസ് ഒക്കെ പറയുന്നത് എന്താണ്?
നമുക്ക് നോർമലി ഇതിനകത്ത് നമ്മുടെ ഫ്രൂട്ട്സിനകത്തൊക്കെ ഉള്ളതാണ്. ഓക്കെ, പക്ഷെ അതിനെ നമ്മൾ അല്ലാണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടി? കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട്. യൂസ് ഓഫ് polyols not only aids diet control by reducing the calorie intake but also these do not cause dental caries. സോ ഇതെന്താണ്, നമുക്ക് അധികം കാലറി ശരീരത്തിലേക്ക് ചെല്ലാതെ എന്താ ഡയബറ്റിക് പോലുള്ള കണ്ടീഷൻസിനെ ഇത് അധികം അഫക്ട് ചെയ്യില്ല. ആൻഡ് അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഡെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഇത് അധികം അഫക്ട് ചെയ്യില്ല. ഇൻ ഫുഡ് പ്രോസസിംഗ് ദേ ഇമ്പാർട്ട് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ടു പ്രൊഡക്ട്സ് ഇംപ്രൂവിംഗ് ദർ ടെക്സ്ചർ ആൻഡ് സ്റ്റെബിലിറ്റി. ഇനി ഫുഡിന്റെ പ്രോസസിംഗിന്റെ കേസിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ആ ഫുഡിന്റെ ഓവറോൾ ടെക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ അപ്പിയറൻസ് അല്ലെങ്കിൽ ഓവറോൾ പ്രോപ്പർട്ടീസിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോ കാലറി സ്വീറ്റ്നസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഭയങ്കര കൂടുതലായിട്ട് എന്താ നമ്മുടെ ഹെൽത്തിനെയും അഫക്ട് ചെയ്യുന്നില്ല, എന്നാൽ നമ്മുടെ ഫുഡിനകത്ത് എന്താണ് നല്ല നല്ല രീതിയിൽ ഇതാകുകയും ചെയ്യും. ഓക്കെ, ഈ നോൺ കാലറി സ്വീറ്റ്നസ് ആണ് എന്ത്? അസ്പാർട്ടേം. അത് കഴിഞ്ഞ് പറയുന്നതാണ് നോൺ കാലറി സ്വീറ്റ്നസ്. നോൺ കാലറി സ്വീറ്റ്നസ് നമുക്ക് ഒട്ടും എനർജി പ്രൊവൈഡ് ചെയ്യില്ല, പക്ഷെ എന്താ, നമുക്ക് സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ അസ്പാർട്ടേം. അസ്പാർട്ടേമിന്റെ INS നമ്പർ എന്ന് പറയുന്നത് 951 അല്ലെങ്കിൽ ഈ 951 ആണ് എന്ത്, അസ്പാർട്ടേമിന്റെ INS നമ്പർ എന്ന് പറയുന്നത്. അതിന്റെ സ്വീറ്റ്നസ് പറയുന്നത് നമ്മുടെ നോർമൽ സുക്രോസിനേക്കാളും ഒരു 180 to 200 ടൈംസ് സ്വീറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, അസ്പാർട്ടേം എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത്, യോഗർട്ടിനകത്ത്, ച്യൂയിങ് ഗമ്മിനകത്ത്, ടേബിൾ ടോപ്പിനകത്തൊക്കെയാണ് എന്ത്, നമ്മൾ ഈ അസ്പാർട്ടേമിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. 40 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ് എന്ത്, നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്താ, അത് യൂറോപ്യൻ യൂണിയന്റെ ബേസിലും US ബേസിലും എത്രയാണ്, 50 മില്ലിഗ്രാം പെർ കിലോഗ്രാം. ഇത് ഹീറ്റ് സ്റ്റേബിൾ അല്ല, അതുപോലെ തന്നെ എന്താണ്, ഇതിനകത്ത് ഫീനൈൽ അലാനിന്റെ കണ്ടന്റും പ്രസന്റ് ആണ്. ദെൻ പറയുന്നതാണ് അസൾഫൈൻ പൊട്ടാസ്യം. സൾഫൈൻ പൊട്ടാസ്യം എന്ന് പറയുന്നത് എത്രയാണ്, അതിന്റെ INS നമ്പർ 950 ആണ്. അതും എത്രയാണ്, സുക്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 200 ടൈംസ് സ്വീറ്റ്നർ ആണ്. ആൻഡ് ബേക്ക്ഡ് ഗുഡ്സിനകത്ത്, സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത്, ച്യൂയിങ് ഗംസിനകത്തൊക്കെയാണ് എന്ത്, നമ്മൾ ഇതിനെ കാണുന്നത്. ഒരു 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റിലാണ് എന്ത്, നമ്മൾ അസൾഫൈമിനെ യൂസ് ചെയ്യുന്നത്. അതിനെ അസ്പാർട്ടേം അല്ലെങ്കിൽ സുക്രലോസിനോടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ പറയുന്നതാണ് സെഖാരിൻ. സെഖാരിൻ എത്രയാണ്, 954 ആണ് അതിന്റെ INS നമ്പർ. അത് 300 to 500 ടൈംസ് സ്വീറ്റ്നർ ആണ് സുക്രോസിനെക്കാളും. ഓക്കെ, ബിവറേജസിനകത്ത്, ടേബിൾ ടോപ്സിനകത്ത്, സ്വീറ്റ്നേഴ്സിനകത്ത്, ജാംസിനകത്തൊക്കെയാണ് എന്ത്, നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് 5 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റിലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, മെറ്റാലിക് ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിന്റെ ആ ഒരു ഇതും കാണിക്കും. പിന്നെ പറയുന്നതാണ് സിക്രലോസ്. സിക്രലോസ് പറയുന്നത് 95 ആണ്, 955 ആണ് അതിന്റെ INS നമ്പർ. ആൻഡ് അതെന്താണ്, സുക്രോസിനെക്കാളും 600 ടൈംസ് സ്വീറ്റ്നർ ആണ്. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത്, ഡെസേർട്സിനകത്ത്, ബേക്കറിയിൽ, ഡയറിയിലൊക്കെയാണ് എന്ത്, നമ്മൾ സുക്രലോസിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അത് ഹീറ്റ് സ്റ്റേബിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ബേക്കിങ്ങിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ ഇവരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്, സ്റ്റീവിയോൾ ഗ്ലൈക്കോസൈഡ്സ്. സ്റ്റീവിയോൾ ഗ്ലൈക്കോസൈഡ്സ് അല്ലെങ്കിൽ സ്റ്റീവിയ, അതിന്റെ INS നമ്പർ എത്രയാണ്, 960 ആണ് അതിന്റെ INS നമ്പർ. അത് എത്രയാണ്, ഒരു 200 to 300 ടൈംസ് സ്വീറ്റ്നർ ആണ് സുക്രോസ്. ആൻഡ് ബിവറേജസില്, ബേക്ക്ഡ് ഗുഡ്സില്, സോസസിലൊക്കെയാണ് എന്ത്, നമ്മൾ കോമൺ ആയിട്ടും സ്റ്റീവിയ യൂസ് ചെയ്യുന്നത്. അത് എത്രയാണ്, 4 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക. അത് പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് എന്ത്, നമ്മൾ സ്റ്റീവിയ എന്ന് പറയാം. ദെൻ പറയുന്നതാണ് നിയോട്ടീം. നിയോട്ടീമിന്റെ INS നമ്പർ എത്രയാണ്, 961 ആണ് നിയോട്ടീമിന്റെ INS നമ്പർ. അത് 7,000 to 13,000 സ്വീറ്റ്നർ ആണ്, ടൈം സ്വീറ്റ്നർ ആണ് സുക്രോസിനെക്കാളും. ബേക്ക്ഡ് ഗുഡ്സില്, സോഫ്റ്റ് ഡ്രിങ്ക്സില്, ടേബിൾ ടോപ്സിനകത്തൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. 2 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ് എന്ത്, ഇതിന്റെ ഒരു പെർമിറ്റർ ലെവൽ എന്ന് പറയാം. ഇത് ഹീറ്റ് സ്റ്റേബിൾ ആണ്. പിന്നെ ഫീനൽ കീറ്റോന്യൂറിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, ഇത് ഓക്കെ ആണ്. ദെൻ പറയുന്നത് എന്താണ്, അഡ്വാൻറ്റെയിം. അഡ്വാൻറ്റെയിം എന്താണെന്ന് വെച്ചാൽ അതിന്റെ INS നമ്പർ എന്ന് പറയുന്നത് 969 അല്ലെങ്കിൽ ഈ 969. അത് എത്രയാണ്, അത് ഒരു അപ്രോക്സിമറ്റ്ലി 20,000 ടു എത്രയാണ്, 37,000 എന്താ സ്വീറ്റ്നസ് ടൈം സ്വീറ്റ്നർ ആണ് എന്തിന്, സുക്രോസിനെക്കാളും. ആൻഡ് ച്യൂയിങ് ഗംസില്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡ്രിങ്ക്സില്, ഡയറിയിലൊക്കെയാണ് എന്ത്, നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ പെർമിറ്റർ ലെവൽ എത്രയാണ്, അതിന്റെ പെർമിറ്റർ ലെവൽ 5 mg per kilogram ആണ് എന്ത്, നമ്മൾ അതിന്റെ പെർമിറ്റർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ,
അതെന്താണ്, നമ്മൾ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് അഡ്വാൻറ്റേൻ എന്ന് പറയാം. ദെൻ പറയുന്നത് എന്താണ്, ടൊമാറ്റിൻ. ടൊമാറ്റിൻ എന്ന് പറയുന്നത് അതിന്റെ INS നമ്പർ 957. അതൊരു 2000 to 3000 ടൈംസ് സ്വീറ്റർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഫ്ലേവർ എൻഹാൻസർ ആയിട്ടും ച്യൂയിങ് ഗംസിനകത്ത് ബിവറേജസിനകത്തൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര കൂടുതലൊന്നുമില്ല, കുറച്ചൊരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യാം. ആൻഡ് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്നർ ആണ്. അതുപോലെ ഫ്ലേവർ മോഡിഫയറിനാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, നിയോടേമിന്റെ കേസിൽ ആർക്ക് എന്താ സേഫ് ആണെന്ന് പറഞ്ഞു, ഫീനെയിൽ കീറ്റോന്യൂറിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സേഫ് ആണെന്ന് പറഞ്ഞു. ഈ ഫീനെയിൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത് എന്താണ്, അതൊരു കൈൻഡ് ഓഫ് മെറ്റബോളിക് ഡിസീസ് ആണ്. അതായത് എന്താ, നമ്മുടെ എന്താ നമ്മുടെ ഉള്ളിൽ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാവാൻ, സീഷേഴ്സ്, ബിഹേവിയർ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് എന്താ, ഈ ഫീനൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത്. അത് ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, നമ്മൾ ഇപ്പം എന്താ ഫീനലാനിൻ കണ്ടന്റുള്ള ഫുഡൊക്കെ കുറയ്ക്കാന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് അതിനെ ഒരു പരിധിവരെ എന്താ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ജനറ്റിക് ആയിട്ടുള്ള ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള ഡിസീസ് ആണ് എന്താ, നമ്മുടെ ഈ ഫീനൽ കീറ്റോന്യൂറിയ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. സോ ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ ലിമിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ലെവൽസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ്. നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞത് എന്തിന്റെ ബേസ്ഡ് ആണ്, നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ആണ്. ഇപ്പം ലാസ്റ്റ് നമ്മൾ സ്വീറ്റ്നസിന്റെ കേസിൽ മാത്രമേ US ബേസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ എന്താ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.